ഞായറാഴ്ച മുതലായ കടമുള്ള ദിവസങ്ങളിൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായൊരു പതിവാകുന്നു. ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു. ഇത് പിശാചിൻ്റെ ദിവസമാക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപായമാകുന്നു. ഞായറാഴ്ചകളിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ വല്ലവരും മരിച്ചാൽ ശേഷമുള്ളവർ സ്വന്തം ആത്മകാര്യങ്ങളെ ഉപേക്ഷിച്ച് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരിക്കുന്നതും ദൈവത്താലും വിശുദ്ധ പള്ളിയാലും നിഷേധിക്കപ്പെട്ട ദുർമര്യാദയാവും. ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചൈതന്യപൂർണ്ണമാക്കുന്ന വിശുദ്ധ കുർബാന തന്നെയാണ്. വിശ്വാസം കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. വിശ്വാസ കൈമാറ്റം നടക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. എൻ്റെ കുഞ്ഞിനെ വഴി തെറ്റരുത് എന്ന് ഏതപ്പൻ ആഗ്രഹിച്ചാൽ, അങ്ങനെ ഒരു അപ്പൻ ആഗ്രഹിച്ചാൽ ആ കുഞ്ഞിന് വഴി തെറ്റില്ല. നല്ലൊരു ക്രിസ്ത്യ ജീവിതത്തിലാണ് പോകുന്നതെങ്കിൽ ഏത് വഴി പോയാലും മക്കൾ വഴിതെറ്റാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങൾ അച്ഛന്മാരെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന മക്കൾ തന്നെയാണ്. ചില അച്ഛന്മാരുടെ കുർബാന കാണാനും ആ വചനപ്രഘോഷണം കേൾക്കാനും ഒരു പ്രത്യേക ഒരു ഇമ്പവും താല്പര്യവും ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ഫാക്ടറാണത്. നല്ല കുർബാന മോശം കുർബാന എന്നൊന്നുമില്ല. വിശുദ്ധ കുർബാന എല്ലാം വിശുദ്ധം തന്നെ. അപ്പോൾ വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ആസ്വാദ്യത അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെയും വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ സമീപനത്തെയും വളരെയേറെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ പലരും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രമാണ് കുറച്ചാളുകൾ ദേവാലയത്തിനകത്ത് കിടക്കാതെ പുറത്തു തന്നെ നിൽക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് സഭാത്മകമായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു ലോജിക്ക് കണ്ടെത്താൻ പറ്റില്ല. ലോജിക്ക് ഇല്ലെന്നുള്ളത് ശരിയാണ്. പക്ഷേ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ വചനം പങ്കുവയ്ക്കപ്പെടണം. അതൊരു ശരി തന്നെയാണ്. പക്ഷേ അച്ഛന്മാരുടെ പുരോഹിതരുടെ അവതരണ ശൈലിയിലുള്ള വ്യത്യാസം വിശുദ്ധ കുർബാനയോടുള്ള ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കരുത് എന്നുള്ളിടത്താണ് സഭയുടെ ഒരു കാഴ്ചപ്പാട്. അച്ഛൻ്റെ അഭിപ്രായം എങ്ങനെയാണ് അതിനെപ്പറ്റി? വിശ്വാസത്തെ നമ്മൾ കാണേണ്ടത് പ്രകടനങ്ങളുടെ അവസ്ഥയിലോ കലാപരിപാടിയുടെ അവസ്ഥയിലോ ഒന്നും ആയാൽ ശരിയാകുകയില്ലെന്ന് തോന്നുന്നു. കുർബാന ഒരു കഥാപ്രസംഗമല്ല. അല്ല. കാരണം നമ്മൾ പൗരോഹിത്യം ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് 2 ചേട്ടന്മാരും ഒരു അനുജനുമുണ്ട്. ഒരു പക്ഷേ എന്നേക്കാൾ കുറേ കൂടെ പല കാര്യങ്ങളിലും കഴിവുള്ളവർ അവരാണെന്നാണ് എനിക്ക് തോന്നുക. പക്ഷേ ദൈവപരിപാലനയിൽ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ദൈവം എന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റെല്ലാവരുടെയും കാര്യങ്ങളിൽ. കർത്താവ് അന്നത്തെ സമൂഹത്തിൽ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമായിട്ട് ധാരാളം പേരുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ മാത്രം തപ്പിയെടുത്ത് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ആദ്യ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കുകയല്ല ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അടുത്ത കാലത്ത് തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അവിടെ മാതാവ് ലോകത്തിന് മുഴുവൻ കൊടുക്കേണ്ട സന്ദേശം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് നിങ്ങളിതിനെക്കുറിച്ച് വലിയ പ്രചരണമൊന്നും നടത്തുകയും വേണ്ട എന്നുള്ള ഏതാണ്ട് ആശയവും കൊടുത്തു. മറിച്ച് ലോകം ആ കുട്ടികളെ ആണ് ആകർഷിച്ചത്. കുട്ടികളുടെ കഴിവിനെയല്ല ആകർഷിച്ചത്. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അവർ തിരിച്ചറിഞ്ഞു. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുതലുള്ള അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിച്ചു. അതൊരു സന്ദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവം അപ്പോൾ നമ്മുടെ ആരുടെയും കഴിവുകളോ യോഗ്യതകളോ നോക്കിയല്ല പൗരോഹിത്യം പ്രത്യേകിച്ചും അതിലേക്ക് ദൈവം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ താരതമ്യം പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. കാരണം കൂദാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോൾ ആ വീട്ടിൽ തന്നെ ഉള്ളതിലെ ഏറ്റവും മിടുക്കനായ വ്യക്തിയെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ദൈവം
ഇതിനുദ്ദേശിക്കുന്നത് വേറെ വ്യത്യാസപ്പെട്ടതും കൂടി ആണെന്ന് ഇന്ന് നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉത്തരമായിട്ട് തോന്നുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ കഴിവുകളുടെ പ്രകടനമല്ല കൂദാശകളുടെ പരിക്രമണം, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയും അതിനോട് ബന്ധപ്പെടുത്തിയുള്ള വചനപ്രഘോഷണവുമൊക്കെ. ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വിധത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും പരമാവധി താല്പര്യവും ശ്രദ്ധയും ഒരുക്കവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമാണ്. വൈദികൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ ഇത്രയൊന്നും വലിയ ആത്മീയ തീക്ഷ്ണതയൊന്നും കൂടാത്ത വേറൊരു വൈദികനിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നിയേക്കാം. അതായത് പിന്നെ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ചില സമയത്ത് നമുക്ക് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റണമെന്നില്ല എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്, ചില വൈദികരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വൈദികരുടെ അവതരണ ശൈലിയുടെ പ്രത്യേകതയും ആകർഷകത്വവും ഒരു പരിധിയിൽ കൂടുതൽ വിശുദ്ധ കുർബാനയോടുള്ള ഒരു വിശ്വാസിയുടെ മനോഭാവം രൂപീകരിക്കുന്നതിന് ഒരടിസ്ഥാനമാകാൻ പാടില്ല. പകരം വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച് നൽകിയത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയാണ് എന്ന് മതബോധനത്തിലൂടെ പഠിച്ചറിയുന്ന ഒരു വിശ്വാസി അടുത്ത തലമുറയിലേക്ക് അതേ വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുക എന്നൊരു കർമ്മമാണ് ഈ ഞായറാഴ്ചകളിലെ കൂട്ടായ ഈ ഒരു ആചരണത്തിലൂടെ. ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞായറാഴ്ച എന്നുള്ളൊരു സന്ദേശം മക്കളിലേക്ക് പങ്കുവയ്ക്കുന്നതിലൂടെ ചെയ്യണം എന്നുള്ളതാണ് ചാവറച്ചനും ഉദ്ദേശം തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു വ്യത്യാസത്തോടുകൂടി കാണേണ്ടത് ഒരു കലാപരിപാടികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവതരണത്തിൻ്റെ ആശയത്തിലൂടെ നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളെ മുഴുവൻ കാണാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതേ സമയത്ത് തന്നെ ഈ പരിമിതികൾ നമ്മൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരവരുടെ ഭാഗത്തുനിന്ന് നടത്തേണ്ട ഉത്സാഹം നടത്തുകയും ചെയ്യണം. ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ എത്ര വർഷമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് നോക്കുമ്പോൾ പതിറ്റാണ്ടുകളായിട്ടുണ്ട്, അല്ലേ? മക്കളെ വളർത്തി, കൊച്ചുമക്കളെ വളർത്തി. അപ്പം എന്താണ് തോന്നുന്നത്? എൻ്റെ പേര് ഗ്രേസി വർഗീസ്, ആലപ്പാട്ട് അമലാപുരയുടെ വക. മക്കളാദ്യം പള്ളി പോകുമ്പോൾ ഗേറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ കുർബാനയിരുന്ന് ഞങ്ങൾ ഫാമിലി അടക്കം ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൻ്റെ അന്ന് ഒരു ദിവസം ഫുള്ളും കുർബാനയെ പറ്റി ക്ലാസ് ആയിരുന്നു. അത് പിന്നെ 2 ആൺകുട്ടികൾ 2 ആൾ ഇപ്പോൾ കൃത്യം കുർബാനയ്ക്ക് പോകും, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കും, നേരത്തെ കുർബാന സമയത്ത് എത്തുകയും ചെയ്യും. ധ്യാനത്തിന് പോയതിന് ശേഷം വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ക്ലാസ് കിട്ടിയതിന് ശേഷം മക്കൾക്ക് ബോധ്യമായി അവരകത്ത് കയറി. ഇപ്പൊ ഫ്രണ്ടിൽ പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിൻ്റെ പരിധിയോ ചെറുപ്പമോ വലിപ്പമോ എന്നുള്ളതിനപ്പുറത്ത് വിശുദ്ധ ബലി നമുക്ക് വിശ്വാസത്തിന് അനുഭവമായി മാറുമ്പം നമ്മൾ അറിയാതെ അകത്ത് വരും. ഒരു ധ്യാനത്തോട് കൂടെ അവർക്ക് ബോധ്യമായി, ഒരു ധ്യാനത്തോട് ബോധ്യമായി. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പരസ്പരം സംവദിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നൊരു കാര്യം, വിശുദ്ധ കുർബാന വ്യക്തിപരമായ അനുഭവമായി മാറണം. അപ്പോൾ അടിയന്തരങ്ങൾ തന്നെ മാറിപ്പോവും, ആവലാതികൾ മാറിപ്പോവും, നമുക്ക് ഒത്തിരിയേറെ എക്സ്ക്യൂസസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. വിശുദ്ധ കുർബാന 5 മിനിറ്റ് നീണ്ടാൽ പരാതി ഉണ്ടാവണമെന്നില്ല. അതല്ലെങ്കിൽ 2 മിനിറ്റ് പ്രസംഗം നീണ്ടുപോയി, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അല്പം നീണ്ടുപോയി ചെറിയ കുർബാന തേടിപ്പോകുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ചെറിയ കുർബാന അല്ലെങ്കിൽ സമയം കുറച്ചെടുക്കുന്ന കുർബാനയ്ക്ക് ആൾക്കാർ ഓടുന്നു. വ്യക്തിപരമായി കത്തോലിക്ക സഭ നടത്തുന്ന വിശ്വാസ ഘോഷത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ അനുഭവം അത് സ്വന്തമാക്കാൻ പറ്റിയാൽ നമ്മൾ ദേവാലയത്തിനകത്ത് തന്നെ നിന്ന് മുഴുവൻ കുർബാനയിൽ പങ്കുചേരും. വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പുറത്തു നിന്ന് നമുക്ക് സംസാരിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. അതേസമയം അച്ഛൻ അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞപ്പോൾ 1 മിനിറ്റ് നീണ്ടുപോയാൽ അത് വലിയൊരു ബാധകമായി വാച്ച് നോക്കുന്നു. വളരെ വളരെ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ വരെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ആവശ്യം എന്താണ്? വിശുദ്ധ കുർബാന വിശ്വാസ അനുഭവമാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അത് നമ്മുടെ മക്കൾക്ക് അനുഭവമാവണം. ഇപ്പോൾ ഒരു കുഞ്ഞു ഇവിടെ ഇരിപ്പുണ്ട്, മമ്മി പറയാതെ പള്ളിയിൽ പോകാനും കരികസത്തിൽ പങ്കെടുക്കാനും വിശുദ്ധ കുർബാനയിൽ കൂടാനും നിനക്ക് തോന്നുന്നുണ്ടോ? കൊച്ചിന് തോന്നുന്നുണ്ടോ? പേര് പറയണം കേട്ടോ. എൻ്റെ പേര് അന്ന മേരി. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അതെ. മമ്മി പറയാണ്ട് തന്നെ പോകുന്നുണ്ടോ പള്ളിയിൽ?
ആ ഈശോയെ കാണാൻ തന്നെയല്ലേ? ആണോ? കുർബാനയിൽ പങ്കെടുക്കാൻ ഇഷ്ടമാണ് നിനക്കല്ലേ? ഇഷ്ടമാ. പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ചെല്ലുവോ? ആ ഹലോ, ആ 2ാം ക്ലാസ് ആയപ്പോഴേക്കും പ്രാർത്ഥനയെല്ലാം പഠിച്ചോ? ആ വീട്ടിൽ കുരിശൊക്കെ വരയ്ക്കുന്നുണ്ടല്ലേ? കുരിശുവരയ്ക്ക് ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? എൻ്റെ പേര് ഷൈനി, അമലാവരി ഇടവകയിൽ നിന്ന് വരുന്നു. പ്രാർത്ഥനയൊക്കെ കളിക്കുകയാണേലും അവൾ അത് കഴിയുമ്പോൾ അത് ചെല്ലി കേൾപ്പിക്കുക. അതായത് അത് അറിയാം അവൾക്ക്, അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോൾ സങ്കീർത്തനങ്ങളാണെങ്കിലും ഒക്കെ അതൊക്കെ കാണാപ്പാടമാണ്. ചില സങ്കീർത്തനം 91, 123 ഇതൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ചെല്ലുമ്പം കളിക്കുവാണെങ്കിലും അതിലും ശ്രദ്ധയുണ്ട്. അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല, കൊച്ചാണ് അടങ്ങിയിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അവൾക്ക് ശ്രദ്ധയുണ്ട്. പ്രാർത്ഥനയുടെ ഒരു അനുഭവം കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പം നമുക്ക് അതൊരു അനുഭവമാകുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതൊരു അനുഭവമാകുന്നു. അപ്പോൾ അറിയാതെ നമ്മൾ അകത്ത് കയറും. ഇത് വിശുദ്ധ കുർബാന അൾത്താരയുടെ അടുത്ത് നിൽക്കും. അൾത്താരയോട് ഏറ്റവും അടുത്ത് വരുവാൻ സാധിക്കുക, അൾത്താരയോട് ചേർന്ന് നിൽക്കാൻ പറ്റുക, അത് ചാവറപ്പിതാവ് എല്ലാവർക്കും വേണ്ടി സ്വപ്നം കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വ്യക്തിപരമായ വിശ്വാസ അനുഭവമാണെങ്കിൽ അത് കാണാതെ വരുമ്പം, കാണാൻ പറ്റാണ്ട് വരുമ്പോൾ ഒരു മാനസിക വിഷമം, ഒരു വേദന, അത് ചെറുപ്പക്കാരനായ ഒരാൾക്കുണ്ടാകുന്നത് ഒരുപക്ഷെ നമ്മുടെ കത്തോലിക്ക യുവജനങ്ങളുടെ എല്ലാവരുടെയും ഒരു നൊമ്പരമായിട്ട് വരും. അനുഭവമാകണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം നൽകുവാൻ ഒരുപക്ഷെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിശുദ്ധ ചാവറപ്പിതാവിലൂടെ ആ ഒരു കൃപ തമ്പുരാൻ നൽകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുമാത്രമല്ല, നമ്മളുടെ ഒരു സഭ, ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒരുമിച്ച് മുന്നേറുന്നു. സ്വർഗീയ ജെറുസലേമിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ദൈവജനത്തിൻ്റെ ഒരു ചിഹ്നമാണ് നമ്മുടെ ഒരു ഇടവക സമൂഹവും ഒരു കുടുംബവും. ഒരു കുടുംബം സഭയുടെ ഏറ്റവും ചെറിയ ഏകകമാണ്, ഏറ്റവും ചെറിയ പതിപ്പാണ്. അപ്പോൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ ഒരുമിച്ച് പോകണമെങ്കിൽ മുമ്പേ തോമസ് അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് പ്രേരണ ലഭിക്കുന്ന നമ്മുടെ മതപരമായ അനുഷ്ഠാനങ്ങളുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞായറാഴ്ച എന്ന ദിവസം, ദൈവം നമുക്ക് നൽകിയ പരിപാവനമായ ദിവസം, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശീലനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഭ. അത് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച്, മാതാപിതാക്കൾ, ഇവിടെ എല്ലാവരും പറഞ്ഞു മാതാപിതാക്കൾ എത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ അത്രയും ആ ഒരു തീഷ്ണത മക്കളിലേക്ക് എത്തും. അപ്പോൾ മക്കളിലേക്ക് എത്തിയാൽ മാത്രമേ അടുത്ത തലമുറയിൽ ഈ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ ഡൈല്യൂട്ടഡായി പോകും, ചെതറി പോകും. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസവും സംസ്കാരവും അടുത്ത തലമുറകളിലേക്ക് നിലനിൽക്കണം. കാലങ്ങളോളം നമ്മുടെ വിശ്വാസം നിലനിൽക്കണം. അതിന് ചിട്ടയോടുകൂടിയ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നതും ചിട്ടയോടുകൂടിയ ഈ പറയുന്ന കടമുള്ള ദിവസ ആചരണവും, വിശുദ്ധ കുർബാന മാത്രമല്ല ആ ദിവസം മുഴുവൻ, അത്തരത്തിലുള്ള ഒരു സാമൂഹികമായ ഒരു ജാഗ്രത നമ്മളുടെ കുടുംബങ്ങൾക്കുണ്ടാവണം, നമ്മുടെ മക്കൾക്കുണ്ടാവണം. അപ്പോൾ അത് ഇടവക സമൂഹത്തിൻ്റെ രൂപീകരണത്തിനും നല്ല ജീവനുള്ള ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിനും കാരണമാകും. ഇതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ചാവറയച്ചൻ നമ്മളോട് പങ്കുവെച്ചത് എന്ന് തോന്നുന്നു. അമ്മച്ചി കുറിച്ചൊരു അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക്. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ അമലാപുരി ഇടവകയിൽ നിന്ന് വരുന്നത്. ക്രിസ്തീയ ജീവിതം എന്നാൽ നമ്മൾ ഈശോയെ കണ്ണുമുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ കാഴ്ചപ്പാടുകളും, എല്ലാ അസുഖങ്ങളും, അതുപോലെ തന്നെ എല്ലാ മാനസികമായ എല്ലാം ഈശോയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കുർബാന കാണുമ്പോൾ ഈശോയാണ് കാണുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരണം. ഞാൻ എല്ലാ ആഴ്ചയും കുർബാന കാണാൻ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് മുന്നിലിരിക്കണം. എനിക്ക് ആ കുർബാന ചെയ്യുന്ന അച്ഛൻ്റെ മുഖം എനിക്ക് കാണണം. എന്നാലും എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുക. അച്ഛനെയല്ല കാണുന്നത്, ഈശോയെ കാണുന്നത്. ഈശോയാണ് നമ്മളെ കുടുംബത്തിൽ ഭദ്രമായി നമ്മൾ ഇപ്പോൾ കൊണ്ടാടേണ്ട ഈശോയുടെ മുഖമാണ്. ആ മുഖം കാണുന്നത് എനിക്ക് ഈശോയുടെ പോലെയാണ് അച്ഛൻ്റെ മുഖം കാണുന്നത്. വിശുദ്ധ കുർബാനയെ ഒരു വിശ്വാസിക്ക് നൽകുന്ന വിശുദ്ധമായ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മച്ചിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. വിശുദ്ധ കുർബാന നമ്മെ സംബന്ധിച്ചിടത്തോളം
ഒരു ദിവ്യാനുഭവമാണ് എന്ന് പറയും. ചേച്ചിയുടെ ആ ഒരു വാക്കുകൾ വളരെ വളരെ ആത്മാർത്ഥമായ ഒരു അമ്മയുടെ മനസ്സാണ് നൽകിയത്. നമുക്കറിയാം 42 വർഷത്തോളമായി വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു വൈദികനാണ് തോമസ് മന്തപ്പളാക്കലച്ചൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശ്വാസമാണ്. ഞങ്ങളൊക്കെ 20 വർഷങ്ങളാകുന്നതേ ഉള്ളൂ വൈദിക ജീവിതം ആരംഭിച്ചിട്ട്. അപ്പം ആ ഒരു വിശുദ്ധ ബലി അർപ്പണം അതിപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലൂടെ നമ്മൾ അനുഭവിച്ചത്. അപ്പം വിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് വൈദികനിൽ മാത്രം സെൻറ്റർ ചെയ്തുകൊണ്ടൊരു കാര്യമല്ല, അതിനൊത്തിരിയേറെ ഘടകങ്ങൾ വേറെയുമുണ്ട്. അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞായറാഴ്ച കുർബാന ഒരു വ്യക്തിപരമായ അനുഭവമായി മാറുമ്പോൾ മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവിടേക്ക് വരുവാൻ ഒരാളെ പ്രചോദിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങ് എന്താണ് അതിനെക്കുറിച്ച് സമാപനമായിട്ട് പറയാനുള്ളത്? കർത്താവ് പറഞ്ഞ വചനത്തിലെ ഒന്നാമത് ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരും എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ഒരു വചനം നമ്മൾ ആഴമായിട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവാകും. അപ്പോൾ ആ ക്രിസ്തുവിനെ, കർത്താവിനെ, ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ആ കേന്ദ്രബിന്ദു ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഞാനൊരു പുരോഹിതനായതിൻ്റെ പേരിലോ എൻ്റെ അപ്പുറത്തിരിക്കുന്നയാൾ ഒരു വിവാഹ ജീവിതം നയിച്ച് കുടുംബജീവിതം നയിക്കുന്നതിൻ്റെ പേരിലോ ഈ വ്യത്യാസം വരുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ ദൈവം നമുക്ക് തന്ന ഓരോ ദൈവവിളിയാണ്. ആ ദൈവവിളിയോട് നമ്മൾക്ക് സഹകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വിവാഹിതനായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തോടോ അതിൻ്റെ പ്രത്യേകതകളോടോ അന്വേഷിച്ച് നടക്കേണ്ട ആളല്ല. ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ തനിമ എന്താണെന്ന് കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ദൈവം അയോഗ്യനായ എന്നിൽ ഏൽപ്പിച്ച ഈ വലിയ കാര്യം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ലോക സമൂഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സിദ്ധി, ആ ഒരു ബോധം ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഏറ്റെടുത്തുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ നീതി ഉത്തരവാദിത്വം ഒരു പുരോഹിതൻ ഒരു ഞായറാഴ്ച നിർവഹിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് അവരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി ബോധമുണ്ടാവുകയും അവർ ഈ പുരോഹിതൻ്റെ ആത്മാർത്ഥതയോട് ചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹമായി നമ്മുടെ വിശ്വാസി സമൂഹം വളരാനും ഒരു സമൂഹം എന്നുള്ള നിലയിൽ സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ യഥാർത്ഥ വിശ്വാസ ദർശനം ഉൾക്കൊള്ളാനും നമുക്ക് കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഞായറാഴ്ച ആചരണം ഒരു സാമൂഹികമായ ഒരു പുനർനിർമ്മിതിയുടെ അവസരം കൂടിയാണ്. ഒരു സഭ എന്നുള്ള നിലയിൽ, ഒരു സമൂഹം എന്നുള്ള നിലയിൽ, നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ പുനർനിർമ്മിക്കപ്പെടുന്നതിൻ്റെ അവസരം കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഏറ്റവും പരമപ്രധാനത്തോടു കൂടി പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഞായറാഴ്ചയിലെ കടമുള്ള ദിവസമായിട്ട് തന്നെ ആചരിക്കുവാനും മറ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റിവെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പരമപ്രാധാന്യം നൽകുവാൻ സഭയ്ക്കും സഭാധികാരികൾക്കും വിശ്വാസികൾക്കും സാധിക്കുമെന്നുമുള്ള ഒരു നല്ല ദർശനത്തോടു കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത്. നമ്മൾ ഈ സമയം മുഴുവനും നമ്മുടെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ട് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും ആ വ്യക്തി കുടുംബ സമൂഹങ്ങൾക്ക് നൽകിയ നല്ല അപ്പൻ്റെ ചാവുരുൾ എന്ന ആ വാക്യസമാഹാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു. അതിൽ അദ്ദേഹം ഈ കുടുംബക്രമം എഴുതി തുടങ്ങിയപ്പോൾ അതിലെ ആദ്യത്തെ വാചകമായിട്ട് ചേർത്തത് ഇപ്രകാരമാണ്: ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശമോക്ഷത്തിന് സ്വർഗരാജ്യത്തിന് സദൃശ്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇതിലാണ് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം
എന്തിനു തുല്യമാണ് എന്നാണ് പറയുക? സ്വർഗരാജ്യത്തിന് സമാനമാണ്, പ്രത്യേകിച്ചും ഒരു നല്ല ക്രിസ്തീയ കുടുംബം എന്നാണ്. അപ്പോൾ ആ കുടുംബത്തിൽ സ്നേഹവും സാഹോദര്യവും സമാധാനവും പങ്കുവയ്ക്കലും ഇതെല്ലാം ആ അളവിൽ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ അനുഭവമായി മാറുന്നത്. അപ്പോൾ നമ്മുടെ വീടിൽ നിന്നാണ് നമ്മളെ ദേവാലയത്തിലേക്ക് പറിച്ചു നടുന്നത്. അപ്പോൾ അതിന് നമ്മെ ഏകോപിപ്പിക്കാനായിട്ട് ദൈവപ്രമാണത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ഞായറാഴ്ച എന്നുള്ളത്, കടമുള്ള ദിവസം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിനം തന്നെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉത്തരം കാണാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഈ സ്വർഗതുല്യമാക്കി ഈ ലോകത്തിലെ നമ്മുടെ കുടുംബങ്ങളെ ആക്കി തീർക്കാനായിട്ട് ഇത് നമ്മുടെ അനിവാര്യ ഘടകമാണ് എങ്കിൽ അതിന് വേറെ ഒരു കോംപ്രമൈസും വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ് ചാവറ പിതാവ് ഈ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്നത്. നമുക്ക് ആ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ആദ്യ പ്രതികരണം, പ്രത്യേകിച്ച് മരണവീട്ടിലെ കാര്യം പോലും സൂചിപ്പിച്ചുകൊണ്ട് സ്വന്തപ്പെട്ടവരങ്ങ് മരിച്ചു കിടക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ കൂടി പിന്നെ കുർബാന മുടക്കിയിട്ട് നിൽക്കണ്ട എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുമ്പോൾ ഈ വ്യക്തിയെയും കൂടെ ഉൾക്കൊള്ളുന്ന നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബത്തോട് ആ വ്യക്തിയോട് വളരെ ചേർന്ന ആളുകൾ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് കുറച്ച് പേരൊക്കെ ആ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴിവായാലും ഈ പേരും പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും ഇത് വിശുദ്ധ കുർബാന ഉപേക്ഷിക്കരുതേ എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ളൊരു ആശയമല്ല, കാലാകാലത്തോളം നിലനിൽക്കുന്നതുമായ വിശ്വാസത്തിൽ അടിത്തറ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധ്യമാണ് ചാവറ പിതാവ് നമ്മുടെ പൂർവ്വപിതാവ് എന്ന വിധത്തിൽ പ്രത്യേകിച്ചും മലയാളികളായ നമുക്ക് അദ്ദേഹം പങ്കുവച്ച് തരുന്നത്. ഇതാണ് എൻ്റെ വിശ്വാസം. വളരെ സമ്യക്കായി തോമസിന് അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു വിഷയം ഞായറാഴ്ച ആചരണത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പത്തെ തന്നെ ഒന്ന് പുനർവായനയ്ക്ക് വിധേയമാക്കുന്നതാണ്. കത്തോലിക്ക സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഇതുതന്നെയാണ്. ഇത്തരത്തിൽ വിശ്വാസ അനുഭവങ്ങൾ കൊണ്ട്, ആത്മീയമായ അനുഭവങ്ങൾ കൊണ്ട് പുനർവായിക്കപ്പെടേണ്ട ഒട്ടനവധി ദർശനങ്ങൾ നമ്മൾ ഈ ചർച്ചയിലൂടെ പങ്കുവെച്ച് കഴിഞ്ഞു. നമ്മളുടെ യുവാക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് വിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ അത് മാതാപിതാക്കളുടെ, അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസ അനുഭവത്തിൻ്റെ തുടർച്ചയാവണം എന്നാണ് റോയി അച്ഛനും തോമസ് അച്ഛനും നമ്മളിന്നിവിടെ പങ്കെടുത്ത എല്ലാവരും തന്നെ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് അഭിപ്രായപ്പെട്ടത്. ഈ ഒരു അഭിപ്രായമാണ് ചാവറ പിതാവ് 150 വർഷം മുമ്പ് ആഗ്രഹിച്ചതും ഇന്നും നടപ്പാക്കുവാൻ ആത്മാർത്ഥമായി സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ശാലോം TV-യുടെ പ്രേക്ഷകർക്ക് വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ദൈവാനുഭവമായി മാറുന്ന ഒരു വിരുന്നായി അനുഭവിക്കുവാൻ ഈ ഒരു സംവാദത്തിലുള്ള പങ്കാളിത്തം കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ശാലോം TV-യുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി.